നോബൽ, ഗുഡ് മോർണിംഗ് നോബൽ. ജബൽപൂരിൽ നിന്നുള്ള വാർത്ത കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളിൽ നിറയുന്നുണ്ടായിരുന്നു. കേരളത്തിലടക്കം ക്രിസ്ത്യൻ സഭകളോട്, BJP നേതാക്കളോട് ഒക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് കിട്ടുന്നത്. നമുക്കറിയാം, സുരേഷ് ഗോപി ജബൽപൂർ വിഷയത്തിൽ പ്രതികരിച്ചത് നിങ്ങൾക്കറിയാം. ആരോടാ ചോദിക്കുന്നത് എന്ന് സൂക്ഷിച്ചു വേണം എന്ന ചോദ്യം ചോദിച്ചത് ഈ വിഷയത്തിലാണ്. ഈ ജബൽപൂരിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ സംഭവിക്കുന്നത്? ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ജബൽപൂരിൽ അടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നുണ്ടോ? അതല്ല പതിവ് പോലെ പോലീസ് ഉദാസീനമായിട്ടാണോ ഈ കേസും കൈകാര്യം ചെയ്യുന്നത്? ജബൽപൂരിൽ വൈദികനെയും സഭാ സ്കൂളുമൊക്കെ ആക്രമിച്ച വിഷയത്തിൽ അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ജബൽപൂരിൽ വൈദികനെയും അതോടൊപ്പം തന്നെ വിശ്വാസികളെയൊക്കെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് വലിയ ഒളിച്ചുകളിയാണ് കളിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ജബൽപൂർ SP സതീഷ് കുമാർ വ്യക്തമാക്കിയത് ആക്രമിച്ച ആളുകളെ തിരിച്ചറിഞ്ഞു എന്നായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്താണ് FIR ഇട്ടത് എന്ന് പറയുന്നു. പക്ഷേ റിപ്പോർട്ട് TVക്ക് ഇപ്പോൾ ആ FIRന്റെ പകർപ്പ് ലഭിച്ചിട്ടുണ്ട്. ആ പകർപ്പ് പ്രകാരം ആ കേസിൽ തിരിച്ചറിയാത്ത 2 പുരുഷന്മാരെയും ഒരു സ്ത്രീയുമാണ് ഇപ്പോൾ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. നേരത്തെ ആളുകളെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ പോലീസ് എന്താണെങ്കിലും ആളുകളുടെ പേരുവിവരങ്ങൾ ഒന്നും ഇല്ലാതെ FIR ആണ് ഇപ്പോൾ പേരിന് വേണ്ടി ഇട്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെ നടക്കാത്തതിൽ വലിയ പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തു. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ വലിയ സമ്മർദ്ദം, പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ MP അടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയതാണ്. അതിന് പിന്നാലെ ഏറെ വൈകി തന്നെയാണ് ഇത് FIR വന്നതും. പക്ഷേ FIR വരുമ്പോഴും പോലീസിന്റെ ആ ഒളിച്ചുകളി, പ്രത്യേകിച്ച് ബജ്രംഗ് ദൾ അടക്കമുള്ള പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ ആക്രമണം നടത്തിയത്. വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ളവരാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന് വേണം നമുക്ക് ഈ FIR കാണുമ്പോൾ മനസ്സിലാകാം. അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ പള്ളികളിൽ പ്രാർത്ഥനയ്ക്കൊപ്പം പ്രത്യേക കുർബാനയ്ക്കൊപ്പം ഒക്കെ പ്രതിഷേധം കൂടി അറിയിക്കും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ഒഡീഷയിലും സമാനമായ രീതിയിൽ തന്നെ വൈദികരെ ആക്രമിച്ചിരുന്നു. അത് പള്ളിയിൽ കയറി പോലീസ് സംഘമാണ് വൈദികരെ മർദ്ദിച്ചത്. എന്നാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒഡീഷയിലും നടപടി ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തി പരാതി നൽകാനാണ് ഇപ്പോൾ അവിടുത്തെ സഭാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ജബൽപൂർ അടക്കമുള്ള വിഷയങ്ങൾ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ളവർ ശോഭിതരാവുകയാണ് ചെയ്തത്. എങ്കിൽ ഇത്തരത്തിൽ ഈ വിഷയമുണ്ടായി ഇത്ര ദിവസം പിന്നിടുമ്പോഴും ഇതിൽ കാരണക്കാരായവരെ, ഇത്തരത്തിൽ ആക്രമണം നടത്തിയവരെ അറസ്റ്റ് ചെയ്യാൻ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, പോലീസ് ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുകൂടി നമുക്ക് പോലീസിന്റെ വാക്കുകളിൽ നിന്നും ഇപ്പോൾ അവരുടെ FIR നിന്നും വ്യക്തമാണ്. എന്താണെങ്കിലും പോലീസ് നിഷ്ക്രിയമാണ് ഇതിൽ പ്രവർത്തിക്കുന്ന എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള FIR ആണ് ഇട്ടിരിക്കുന്നത്. ജബൽപൂരിൽ വൈദികനെ ആക്രമിച്ചത് ആരാണെന്ന് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ സ്കൂൾ ആക്രമിച്ചവരുടെ ദൃശ്യങ്ങൾ വീഡിയോകളിലുണ്ട്. അവരുടെ മുഖമൊക്കെ വളരെ വ്യക്തമായിട്ടും കണ്ടാൽ അറിയാവുന്ന ആളുകൾ എന്ന പേരിലാണ് ഒരു FIR ഇട്ടിരിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈ പറയുന്ന പേരെടുത്ത് പറഞ്ഞാണല്ലോ ഇൻകം ടാക്സിന്റെയും EDയുടെയും ഒക്കെ റെയ്ഡ് വരുന്നത്. എന്നാൽ ജബൽപൂരിൽ വൈദികർക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ അത് കണ്ടാൽ അറിയാവുന്ന മനുഷ്യരായി മാറുന്നു, അവർക്ക് പേരില്ലാത്ത മനുഷ്യരായി മാറുന്നു. പേരിനൊരു FIR എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജബൽപൂരിൽ ഇതുവരെയും വൈദികനെ ആക്രമിച്ച കേസിൽ ഒരാളെ പോലും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ FIR ഇട്ടിരിക്കുന്നത് പോലും വ്യക്തികളുടെ പേരുവിവരം ഇല്ലാതെയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും സുരേഷ് ഗോപി ചൂടായതിൽ കാരണമുണ്ട് എന്നിപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? ആ ചോദ്യമൊക്കെ വലിയ ചോദ്യങ്ങളാണെന്നേ. ആ ചോദ്യമായി തന്നെ അവശേഷിക്കുകയും ചെയ്യും.